നിങ്ങൾക്കറിയാമല്ലോ, പ്രധാനമന്ത്രി ഇന്ന് തിരുവനന്തപുരത്താണ്. 3-4 പരിപാടികൾ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പരിപാടിയും അതുപോലെ സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ജോയിന്റ് വെഞ്ചറായ പരിപാടികളുമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. തിരുവനന്തപുരത്ത് MP എന്ന നിലയിൽ ആ പരിപാടികളിൽ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. ആ പരിപാടി അദ്ദേഹം പങ്കെടുക്കേണ്ടതുള്ളതുകൊണ്ട് അദ്ദേഹം ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് AICC നേതൃത്വം. പാർട്ടി വിളിക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാതെ എന്ത് പ്രധാനമന്ത്രിയാണോ പാർട്ടിയാണോ? ഇല്ല, അതല്ല പ്രശ്നം. അദ്ദേഹത്തിന്റെ പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽപ്പെട്ട 2-3 പ്രധാനപ്പെട്ട പ്രോജക്ടുകൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അവിടെ മുഖ്യമന്ത്രിയുണ്ട്, മന്ത്രിമാരുണ്ട്, രാജ്യസഭാംഗമായ ബ്രിട്ടാസ് ഉണ്ട്. അപ്പം ലോക്സഭാ അംഗമായ ശശി തരൂർ ആ പരിപാടി പങ്കെടുത്തില്ലെങ്കിൽ സ്വാഭാവികമായും മാധ്യമങ്ങൾ നിങ്ങൾ തന്നെ അദ്ദേഹത്തെ വിമർശിക്കും. തലസ്ഥാനം ഞാൻ പൂർത്തിയായില്ലല്ലോ. അപ്പൊ അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ മാധ്യമങ്ങൾ പറയും സ്ഥലം MP പങ്കെടുത്തില്ല, പ്രധാനമന്ത്രി വന്ന് തിരുവനന്തപുരത്തിന് വേണ്ടി ഉദ്ഘാടനം ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട പ്രോജക്ടുകളിൽ പങ്കെടുത്തില്ല, സ്ഥലം MP പങ്കെടുത്ത് നിങ്ങൾ തന്നെ വിമർശിക്കപ്പെടും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് നിന്ന് വിട്ടുനിൽക്കാൻ പറ്റില്ല. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന 2-3 പ്രധാനപ്പെട്ട പ്രോജക്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ സ്ഥലം MP എന്നതിൽ പങ്കെടുക്കാനുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം AICC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. എന്നാ ഞാൻ പറയാം, ഞാൻ ചീഫ് വിപ്പാണ് ലോക്സഭയിലെ ചീഫ് വിപ്പാണ്. MP-മാരുടെ പ്രോഗ്രാമിനെ സംബന്ധിച്ചും അവരുടെ അവൈലബിലിറ്റിയെ സംബന്ധിച്ചും അവർക്ക് വരാൻ കഴിയാത്തതിനെക്കുറിച്ച് ആധികാരികമായി പറയേണ്ടത് ലോക്സഭയിലെ ചീഫ് വിപ്പാണ്. ഞാൻ ആധികാരികമായി പറയുന്നു, അദ്ദേഹം ഇവിടെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് ആധികാരികമായി. പിണക്കങ്ങളൊന്നുമല്ല. എന്ത് പിണക്കം? എന്താണ് ഈ കഴിഞ്ഞ പഞ്ചായത്ത് വേദിയിൽ ഇതെല്ലാം നിങ്ങൾ കുത്തിപ്പൊക്കുന്ന പ്രശ്നങ്ങളാണ്. തരൂരിനെ നിങ്ങൾ ഇപ്പൊ അദ്ദേഹം പാർട്ടിയുമായി സഹകരിച്ചു പോകുന്നു, പാർട്ടി എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നു. അടുത്ത കാലത്ത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ എല്ലാ പുകമറകളും ഇല്ലാതാക്കിക്കൊണ്ട് അദ്ദേഹം വളരെ സജീവമായി ഈ പരിപാടി പങ്കെടുക്കുന്നു. വയനാട്ടിലെ ക്യാമ്പിൽ 2 ദിവസം അദ്ദേഹം പങ്കെടുത്തു, എറണാകുളത്തെ മഹാപഞ്ചായത്തിൽ പങ്കെടുത്തു, തിരുവനന്തപുരത്ത് മീറ്റിംഗുകളിൽ പങ്കെടുക്കുന്നു. അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി ക്യാമ്പയിൻ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. ഇതിനിടയിൽ നിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കാതിരുന്നാൽ മതി. അല്ല, തരൂര് സ്ഥിരം മോദിയെ സ്തുതിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം സ്ഥിരം മോദിയെ സ്തുതിക്കുന്ന ഒരാളാണ്. അപ്പൊ മോദി വരുമ്പോൾ അവിടെ ഉണ്ടാവണ്ടേ? ബ്രിട്ടാസ് ഉണ്ടല്ലോ, ബ്രിട്ടാസ് ആ വേദിയിലുണ്ട്. ബ്രിട്ടാസ് ഉണ്ടല്ലോ. അല്ലെ, പാലമല്ലേ, ബ്രിട്ടാസ് പാലമാണ്. ബ്രിട്ടാസ് പാലമാണ്. അത് എന്ത് പാലമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറയണ്ടല്ലോ. ബ്രിട്ടാസ് അവിടെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടാസ് പങ്കെടുക്കുമ്പോൾ, രാജ്യസഭാ അംഗം പങ്കെടുക്കുമ്പോൾ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാ അംഗം ആ പരിപാടികൾ പങ്കെടുക്കാതെ വിട്ടുനിന്നാൽ അത് വിമർശനങ്ങൾക്ക് വിധേയമാകും. അതുകൊണ്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം അറിയിച്ചത് തീർച്ചയായും പാർട്ടി ഉൾക്കൊള്ളുമെന്നാണ് എന്റെ വിശ്വാസം. കോൺഗ്രസ് UDF എംപിമാരാണ് ഏറ്റവും പിന്നിൽ കേരളത്തിലെ. അതിൽ ചിലര് 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല. ഷാഫി പറമ്പിൽ 4% മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഒരു വികസനത്തിന് UDF എംപിമാര് അവരുടെ ഫണ്ട് ചെലവഴിക്കുന്നത്? ഞാൻ 4ാം സ്ഥാനത്താണ്. MP ഫണ്ട് ചെലവഴിക്കുന്നതിൽ ഈ അടുത്ത കാലത്ത് വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 4ാം സ്ഥാനത്താണ് ഞങ്ങൾ. കേരളത്തിന്റെ 4ാം സ്ഥാനത്താണ്. പിന്നെ ബാക്കിയുള്ള MP-മാർ, പുതിയ MP-മാരൊക്കെ ഇതിനെ സംബന്ധിച്ച് പഠിച്ചു വരണം. കാരണം പല കാരണങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇംപ്ലിമെന്റിംഗ് ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ 2-3 മാസക്കാലം അതിന്റെ ട്രെയിനിങ്ങും അതുമായി പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ SIR-മായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് ആ ചുമതല ചെയ്തുകൊണ്ടിരിക്കുക. ഇലക്ഷന്റെ SIR-മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്. ആ ഉദ്യോഗസ്ഥന്മാരാണ് ഈ എല്ലാ കളക്ടറേറ്റുകളിലും MP-മാരുടെ ഫണ്ട്, MLA-മാരുടെ ഫണ്ടിന്റെ വിനിയോഗത്തിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാരാണ്. അവർ കഴിഞ്ഞ 6 മാസമായി ഈ പഞ്ചായത്ത് ഇലക്ഷൻ, അത് കഴിഞ്ഞ് SIR, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞാൽ അത് ആ ജോലി ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ജോലി ചെയ്യാൻ പറ്റില്ല. ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവാദിത്തം കൊടുത്താൽ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാൻ വരെയുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷനുണ്ട്. അപ്പോൾ സ്വാഭാവികമായും MP-മാരുടെ വർക്കുകൾ, MP-മാരുടെ മാത്രമല്ല MLA-മാരുടെ ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ ഡിലേ വന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് മനഃപൂർവ്വമല്ല. നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് MP ഫണ്ടായിരുന്നാലും MLA ഫണ്ടായിരുന്നാലും നമ്മൾ എഴുതി കളക്ടർക്കാണ് നമ്മൾ ശുപാർശ കൊടുക്കുന്നത്. കളക്ടർക്ക് ശുപാർശ കൊടുത്തത് കളക്ടർ ബന്ധപ്പെട്ട പ്ലാനിങ്ങിലെ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കും.
അവർ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർമാരും മറ്റ് ഇംപ്ലിമെന്റ് ഏജൻസികളുമായി കോർഡിനേറ്റ് ചെയ്താണ് ഈ വർക്ക് പൂർത്തിയാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 6 മാസമായി കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്നു. ഇപ്പോൾ SIR-മായി ബന്ധപ്പെട്ട പ്രവർത്തനം ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് പല സ്കീമുകളും എംപിമാരുടെ ഫണ്ടുകൾ അവലോകനം നടക്കുന്ന മീറ്റിംഗുകൾ നടക്കുന്നില്ല. എംപിമാരുടെ ഫണ്ടിന്റെ AS-ഉം TS-ഉം ഒക്കെ കൊടുത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വളരെ മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.